എനിക്കൊരു ഏട്ടനുണ്ടായിരുന്നു. IAS എഴുതാൻ പോയ ആളാ. ഇടയ്ക്ക് വെച്ച് നിർത്തിപ്പോന്നു. ബുദ്ധി കൂടിപ്പോയതാ കാര്യം. ഇടയ്ക്ക് ഒരു നൊസ്സു പോലെ വരും. പിന്നെ സോപാന സംഗീതത്തിലായി ക്രേസ്. നിരളത്ത് രാമപൊതുവാളിന്റെ പ്രിയപ്പെട്ട ശിഷ്യനായിരുന്നു. ഏട്ടനിപ്പോ എവിടെയാ? മരിച്ചുപോയി. മൂപ്പരെ ഞാൻ ഇപ്പം മെൻഷൻ ചെയ്യാൻ കാരണം, ഏട്ടനെ സംബന്ധിക്കുന്ന ഏതൊരു കാര്യം നമ്മൾ പറഞ്ഞാലും പുള്ളി അത് അംഗീകരിച്ചു തരില്ല. ശരിയാണെന്ന് മനസ്സിലായാലും അത് അഡ്മിറ്റ് ചെയ്യില്ല. ചെറിയൊരു ഈഗോ, അത്ര തന്നെ. ഇതൊരു മുഖവുരയാണെന്ന് മനസ്സിലായി. ജെപി കാര്യം പറ. ഉദയന്റെ മനസ്സിനെ കാര്യമായ എന്തോ അസ്വസ്ഥത ബാധിച്ചിട്ടുണ്ട്. ഏതോ ഒരു കരട് തന്റെ ഉള്ളിൽ വീണിട്ടുണ്ട്. ഏട്ടന്റെ ഉദാഹരണം പറഞ്ഞ എന്തിനാണെന്ന് ഇപ്പൊ പിടികിട്ടി. പക്ഷെ ജെപിക്ക് തെറ്റി. നിങ്ങളുടെ കണ്ടെത്തലിനെ ഞാൻ നിഷേധിക്കുന്നില്ല. ജെപിയുടെ നിഗമനം ശരിയാ. എന്തോ ഒരു മൂടിക്കെട്ടലുണ്ട്. ഒരുപക്ഷെ മറ്റൊരാളുടെ മുമ്പിൽ ഞാനത് അംഗീകരിച്ചു കൊടുക്കില്ല. അത് വേറെ കാര്യം. എന്തു പറ്റി ഉദയ? നമുക്കിടയിൽ ഫോർമാലിറ്റികൾ ഇല്ലാത്തതുകൊണ്ട് ചോദിക്കുക. നന്ദനയുമായി എന്തെങ്കിലും പ്രശ്നം? കുടുംബ ബന്ധത്തിൽ താളപ്പിഴകൾ മാത്രം സംഭവിച്ചിട്ടുള്ള ഒരാളാണ് ഞാൻ. ചൂടുവെള്ളത്തിൽ വീണ പൂച്ച. അനുഭവത്തിൻ്റെതായ ആ ടെൻഷൻ കൊണ്ട് ചോദിക്കുക. നന്ദനയുമായി എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായോ? ബിസിനസ് ആവശ്യങ്ങൾക്ക് അയാൾ ബാംഗ്ലൂർക്ക് പോയിട്ട് കുറെ ദിവസങ്ങളായി. വരാൻ വൈകുന്നതിന് ഇങ്ങനൊരു കാരണമുണ്ടോ? നെവർ. ഒരിക്കലുമില്ല. എപ്പോഴും ഫോൺ ചെയ്യുന്ന ശീലം ഞങ്ങൾക്ക് രണ്ടാക്കുമില്ല. അതുകൊണ്ട് അധികം വിളിക്കാത്തത്. അയാളെ ഞാൻ മിസ് ചെയ്യുന്നു എന്നുള്ളതാണ് സത്യം. പിന്നെ എന്താണ് പ്രോബ്ലം? അതെനിക്കും അറിയില്ല. എവിടെയോ വിട്ടുപോയ എന്തോ പൂരിപ്പിക്കാനുള്ളൊരു ഫീലാണ് മനസ്സിൽ. അത് സ്വയം അറിയാവുന്ന സ്ഥിതിക്ക് തിരുത്താൻ എളുപ്പമാണ്. ഉദയന് വളരെ ഈസിയാണ്. നാടകമുണ്ടല്ലോ കയ്യില്, അതിൽ കോൺസെൻട്രേറ്റ് ചെയ്യ്. എല്ലാ അസ്വസ്ഥതകളും അതിലലിഞ്ഞു പോകും. അല്ല, പുതിയ നാടകം എന്തായി? എഴുത്ത് ആരംഭിച്ചിട്ടില്ല. തുടങ്ങി വെക്കേ. ഔട്ട്ലൈൻ ഇട്ടാ? മനസ്സിലുണ്ട്. ഇനി അത് പകർത്തണം. ആ, കഴിഞ്ഞ തവണ ഋഷിശൃംഖനായിരുന്നു. ഇത്തവണ ആർക്കാ നറുക്കുവീണിരിക്കുന്നത്? ചരിത്രത്തിന്റെ വഴികളിലാണ് അന്വേഷണം. ആഹാ, ചരിത്രത്തിന്റെ വഴി. ആഹാ, അത് കൊള്ളാം. നല്ല സ്കോപ്പ് ഉണ്ടല്ലോ. എങ്കിലിനി വൈകണ്ട. നല്ലൊരു ദിവസം നോക്കി എഴുതി തുടങ്ങിക്കോ. നല്ലൊരു തുടക്കം മനസ്സിൽ കണ്ടുവച്ചിട്ടുണ്ട്. പറഞ്ഞ കേൾക്കാൻ ഞാൻ റെഡിയാണ്. അതായത് ഒരു എന്താ, മറന്നുപോയോ? പെട്ടെന്നങ്ങ് കിട്ടുന്നില്ല. എന്തു പറ്റി ഉദയ? രാവിലെയും മനസ്സിൽ എഡിറ്റ് ചെയ്താ. ഇപ്പൊ അങ്ങോട്ട് ക്ലിയർ ആവുന്നില്ല. അത് അത്ഭുതമാണല്ലോ. തുടക്കം അങ്ങോട്ട് കിട്ടുന്നില്ല. വാ, എങ്കിലങ്ങ് വിട്ടേര്. കുറച്ചു കഴിയുമ്പോ താനെ തെളിഞ്ഞു വരും. എന്നാലും അതല്ല.
ഹലോ ഉദയൻ. ആ JP കിട്ടി. ഏ നാടകത്തിന് തുടക്കം കിട്ടിയെന്ന്. ഓ അത് ഒരു കോട്ടയുടെ പ്രവേശന കവാടം. അവിടെ ഒരു സഞ്ചാരി എത്തിച്ചേരുന്നു. ആ സഞ്ചാരിയിലൂടെയാണ് ഈ നാടകം വളരുന്നത്. ഗുഡ്. ഇനി മറന്നു പോകുന്നതിന് മുമ്പ് കുറിച്ചു തുടങ്ങിക്കോളൂ. ശരി ഉദയൻ. ശരി, ബൈ. ഓക്കെ ബൈ. ആരുടെ ജാതകമാണാവോ എഴുതുന്നത്? ഞാനാ. വരൂ. ഞാൻ വന്നത് എഴുത്തിന് തടസ്സമായോ? എങ്കിൽ പോയിട്ട് പിന്നെ വരാം. ഏയ് സാരമില്ല, ഇരിക്കൂ. ഇല്ല, നിന്നോളാം. മനുഷ്യ ഇരിക്കേ. നന്ദേച്ച് ബാംഗ്ലൂർ ബിസിനസ് ടൂറിന് പോയിട്ട് വന്നില്ലേ? ഇല്ല. ഭാഗ്യം. അയാൾ ബാംഗ്ലൂർ പോയിരിക്കുകയാണെന്ന് മനീഷ് എങ്ങനെ അറിഞ്ഞു? ഞാൻ മിനിഞ്ഞാന്ന് വന്നിരുന്നു. അപ്പൊ കാർത്തികേച്ച് പറഞ്ഞതാ. നന്ദന നാളെ മിക്കവാറും തിരിച്ചെത്തും. ബിസിനസിന്റെ കാര്യത്തില് ഭയങ്കര ആത്മാർത്ഥതയാണ് നന്ദേച്ചിക്ക്. ഒരു കണക്കിന് അതൊരു ആശ്വാസമായി. കലാകാരനായ സാറിന് ടെൻഷൻ ഇല്ലല്ലോ. സാറോ? ആരെ ഉദ്ദേശിച്ചത്? അല്ല, അതായത് സാറിന്റെ. എന്നെ സാറേ എന്ന് വിളിക്കാൻ ഞാൻ ഏത് ക്ലാസ്സിലാണ് മനീഷ പഠിപ്പിച്ചത്? അല്ല, എന്നാ പിന്നെ ചേട്ടന്ന് വിളിച്ചാലോ? ചേച്ചിയുടെ ഹസ്ബൻഡ് ആകുമ്പോ ചേട്ടൻ. ദാറ്റ്സ് ബെറ്റർ. എന്നാൽ ഇനി ഒരു സത്യം പറയാം. മനഃപൂർവ്വ ഞാൻ സാറേന്ന് വിളിച്ചത്. മനസ്സുകൊണ്ട് ഗുരുവായിട്ടാണ് ഞാൻ ചേട്ടനെ കാണുന്നത്. എന്നെ ശിഷ്യനായിട്ട് കാണണം. ഏകവല്യനാണെന്ന് വിചാരിച്ച് അംഗീകരിക്കണം, അനുഗ്രഹിക്കണം. ആരാണ് ഏകവല്യൻ? ഈ പുരാണത്തിലെ. അത് ഏകവല്യനല്ല, ഏകലവ്യനാ. അല്ല, എനിക്കറിയായിരുന്നു. പറഞ്ഞപ്പോ തെറ്റിപ്പോയതാ. ഞാൻ ഇതുവരെ ആരോടും മനസ്സ് തുറന്നിട്ടില്ല. നമ്മൾ പറയുന്നത് മനസ്സിലാക്കാത്തവരുടെ മുമ്പിൽ എന്തു പറഞ്ഞിട്ടെന്താ? ഇവിടെ ചേട്ടന് മുമ്പിൽ മനസ്സ് തുറക്കാന്ന് വിചാരിക്കാണ്. തുറന്നോട്ടെ. എന്താണെന്ന് പറയൂ. വല്ലാത്ത ധർമ്മസങ്കടത്തിലാ ഞാൻ. എന്തെങ്കിലും ഒരു ജോലിക്കായി പലയിടത്തും അന്വേഷിച്ചു. ഒന്നും ശരിയായില്ല. മനീഷിനൊരു ചെറിയ ബിസിനസ് ഉണ്ടായിരുന്നില്ലേ? ബിസിനസ് നമുക്ക് പറ്റില്ല ഏട്ടാ. കപടമാണല്ലോ ഈ കച്ചവടം. കാപട്ടി എനിക്ക് ശരിയാവില്ല. അറിയില്ല, അതാ സത്യം. അത് സ്വയം അറിഞ്ഞത് നന്നായി. ഒടുവില് ഈയിടെ എനിക്ക് മനസ്സിലായി എന്റെ ഫീൽഡ് വേറെയാണെന്ന്. അതെന്താണ്? കലാരംഗേ, അതാണ് എന്റെ ഫീൽഡ്. ഞാൻ അവിടെയാണ് എത്തേണ്ടത്. പ്രത്യേകിച്ച് നാടകം. ഓ, നാടകത്തിൽ താല്പര്യമുണ്ടോ മനുഷ്യന്? ഉണ്ടോന്നോ? ഉണ്ട് ചേട്ടാ. അതാണ് ഞാൻ തിരിച്ചറിഞ്ഞെന്ന് പറഞ്ഞത്. സ്കൂളിലും IT-യിലും നല്ല നടനുള്ള മെഡൽ കിട്ടിയിട്ടുണ്ട്. നന്ദേച്ചി എന്റെ ആ വീക്ക്നെസ്സിനെ പറ്റി പറഞ്ഞു കാണില്ല. അന്നു മുതൽ എന്റെ മനസ്സിൽ ചുരുണ്ടുകൂടി കിടന്നുറങ്ങുന്ന ഒരു നാടകക്കാരനുണ്ട്. ഇപ്പോ ആ കലാകാരൻ വീണ്ടും ഉണരുകയാണ്. അതുകൊണ്ടാണ് ഉദയൻ ചേട്ടനെ ഗുരുവായിട്ട് സങ്കല്പിക്കുന്നത്. വെറുതെ ഒരാൾക്ക് നാടകക്കാരനാവാൻ പറ്റില്ല. ഹാർഡ് വർക്ക് ചെയ്യണം, പിന്നെ സമർപ്പണവും വേണം. സമർപ്പിച്ചോളാം, അത് ഞാൻ ഏറ്റു. ഒരു വലിയ നാടകം എഴുതണം, അതാ എന്റെ ആഗ്രഹം. അത് കൊള്ളാലോ.
സാധാരണ അഭിനയിക്കാനാണ് പുതിയ ആളുകൾ വരുന്നത്. ആദ്യം നാടകം, പിന്നെ ടെലിവിഷൻ സീരിയൽ, അതിലൂടെ സിനിമാ നടനാവുക. അതായിരിക്കും ലക്ഷ്യം. ഡേ, ഞാൻ അങ്ങനെയല്ല. ആളുകൾ അംഗീകരിക്കുന്ന ഒരു നാടകകൃത്താവണം. പിന്നെ വേണമെങ്കിൽ സംവിധാനം ചെയ്യാം. അല്ല, എങ്ങനെ നാടകം എഴുതണമെന്ന് ഒന്ന് പറഞ്ഞു തന്നാൽ മാത്രം മതി. ഞാൻ എഴുതിക്കോളാം. പറഞ്ഞു തരിക എന്ന് വെച്ചാ അതെങ്ങനെ ശരിയാവുക? ശരിയാവും. അങ്ങനെ എന്നെ ഒഴിവാക്കല്ലേ പ്ലീസ്. ആ അർത്ഥത്തിലല്ല ഞാൻ പറഞ്ഞത്. പറഞ്ഞു കൊടുത്ത് എഴുതിച്ച് ഒരാളെ നാടകത്താക്കാൻ പറ്റില്ല. മനസ്സ് തെളിഞ്ഞു വരുന്ന രൂപം എന്താ അതങ്ങ് എഴുതുക. ഒരു മാതൃകയും നോക്കണ്ട. നിങ്ങളുടെ മനസ്സിൽ നിന്ന് വരുന്നതാണ് നിങ്ങളുടെ നാടകം. എന്നാ ഞാൻ ഉദയൻ ചേട്ടനൊന്ന് ഞെട്ടിക്കാൻ പോവാ. ഞാനൊരു നാടകം മനസ്സിൽ പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഗുഡ്. മലയാളത്തിൽ ഇതുവരെ ആരും സങ്കല്പിച്ചിട്ടില്ലാത്തൊരു സങ്കല്പം. ഈ നാടകത്തിനെ സ്റ്റേജ് വേണ്ട, കർട്ടനും വേണ്ട. സ്റ്റേജും കർട്ടനും ഇല്ലാത്ത മലയാളത്തിലെ ആദ്യത്തെ നാടകം. എന്താ ഞെട്ടാത്തത്? ഇത് ആദ്യത്തെ കൺസെപ്റ്റ് അല്ല. അല്ലേ? അതെന്താ? നമ്മുടെ നാടകവേദിയിലെ ആചാര്യന്മാരിൽ ഒരാളാണ് NN പിള്ള. 500 എന്നൊരു കഥാപാത്രത്തിലൂടെയാണ് ഇന്ന് അദ്ദേഹത്തിന് കൂടുതൽ പോപ്പുലാരിറ്റി. പക്ഷെ അതല്ല NN പിള്ള. നാടകത്തിന്റെ സത്വവും സത്തയും തൊട്ടറിഞ്ഞ ആളാണ്. നിൽക്കാനൊരു തറ, പിന്നിലൊരു മറ. തനിക്ക് നാടകം ചെയ്യാൻ അത്രയും മതിയെന്ന് NN പിള്ള സാർ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നേരത്തെ പുള്ളിക്കാരൻ അത് പറഞ്ഞിരുന്നു അല്ലേ? അത് സാരമില്ല. മനീഷിന്റെ മനസ്സിലുള്ള നാടകം എന്താണെന്ന് പറയൂ. പറയട്ടോ. പടർന്നു പന്തലിച്ച് നിൽക്കുന്ന ഒരു ആൽമരം, മാവായാലും മതി. അതിന്റെ ചുവട്ടിലാണ് എന്റെ നാടകത്തിന്റെ അവതരണം. ഒരു സന്ധ്യാസമയം. കർട്ടനും ബെല്ലൊന്നുമില്ലല്ലോ. ഒരു ശംഖുവിളിയാണ് ആദ്യം. പിന്നെ ഒരു ചെണ്ടമേളം. അതോടെ ഓഡിയൻസ് എത്തും. നാടകം തുടങ്ങുകയായി. തുടങ്ങട്ടെ. ഒരു സൈഡില് പാട്ടുകാരുടെ സംഘം, മറു സൈഡില് നൃത്തക്കാരുടെ സംഘം. ആ രണ്ട് സംഘങ്ങളിലൂടെയാണ് കഥ വളരുന്നത്. പ്രത്യേക പേരിലാണ് ആ ഗ്രൂപ്പുകൾ അറിയപ്പെടുന്നത്. പാട്ടുപരീക്ഷകളും പിന്നെ ആട്ടപരീക്ഷകളും. ക്ലാസിക്ക് പേരല്ലേ? കേൾക്കട്ടെ. ചേട്ടൻ ഇഷ്ടപ്പെട്ടല്ലോ. ഇത് ഞാൻ കലക്കും. ചുരുക്കി പറയാം, ഒരു വേലി ചാടി കടക്കുന്നതാണ് കഥ. വേലിക്കപ്പുറം കടക്കാൻ പറ്റുമോ ഇല്ലയോ, അതാണ് സസ്പെൻസ്. നാടകം തുടങ്ങിയാലേ അവസാനം വരെ പാട്ടും ഡാൻസും ഒക്കെ ആയിരിക്കും. നല്ല നാടോടി പാട്ടും നാടോടി നൃത്തവും. തെയ് തിത്തിത്തേയ് തിത്തിത്താര തിത്തിത്തേയ്. അങ്ങനെ അങ്ങോട്ട് മൂപ്പിക്കും. എങ്ങനെയുണ്ട്? അപ്പോ ഒരു വേലിയാണ് സബ്ജക്റ്റ്. ഭയങ്കര പുതുമയല്ലേ? തീർച്ചയായും. ഈ നാടകത്തിന് പേരിട്ടോ? ഇല്ല. ഒരു നല്ല പേര് കണ്ടുപിടിക്കണം, എടുക്കണം. നല്ലൊരു പേരുണ്ട്, അവനവൻ കടമ്പ. പേര് മാത്രമല്ല, അങ്ങനെ ഒരു നാടകമുണ്ട്. 40-40 വർഷം മുമ്പ് കാവാലം നാരായണ പണിക്കർ എഴുതിയതാ. പാട്ടുപരീക്ഷകളും ആട്ടപരീക്ഷകളും ഉള്ള കടമ്പ, അഥവാ വേലിയുടെ കഥ. മനീഷ് പറഞ്ഞു കേട്ടതാണോ അത് ആ പുസ്തകം വായിച്ചതാണോ? കാവാല എഴുതിയ നാടകം അവനവൻ കടമ്പ വായിച്ചിട്ടുണ്ടോന്നും? ഇല്ല. എന്നാൽ ഇതെങ്ങനെ സംഭവിച്ചു? അതിശയായിരിക്കുന്നല്ലോ. കലാരംഗത്തേക്ക് എളുപ്പ വഴികളില്ല. അങ്ങനെ പെട്ടെന്ന് കലാകാരനാവാൻ വേണ്ടി ഷോർട്ട് കട്ടുകളിലൂടെ പോയാൽ കലയുടെ പിന്നാമ്പുറത്ത് പോലും എത്തിച്ചേരില്ല. അതേ നാടകത്തിന്റെ കാര്യം മനീഷ് പറഞ്ഞു നന്നായി. അതിലൊരു തത്വമുണ്ട്. അവനവൻ എന്ന കടമ്പ, വേലി.
അവനവൻ തന്നെ മറികടക്കണം. അല്ലെങ്കിൽ എന്നും വേലിക്ക് അപ്പുറത്ത് നിന്ന് പോവുള്ളൂ. എന്താ മനീഷ്, കാര്യം എന്താണെന്ന് പറ. ഏയ് ഇല്ല, ഒന്നുമില്ല ഉദയേട്ടാ. പിന്നെ എന്താ മനീഷ്? ആ മനീഷ് പറയുന്നൊന്നും വിശ്വസിക്കല്ലേ, മുഴുവൻ തട്ടിപ്പാ. ഉദയേട്ടൻ അറിയാഞ്ഞിട്ട് കാര്യം സാധിക്കാൻ വേണ്ടി അവൻ എന്ത് കള്ളത്തരം പറയും. മനീഷ്, മുഖം തുടയ്ക്കൂ. എന്താണെങ്കിലും പറയൂ. ഗീതികേട് കൊണ്ട് കരഞ്ഞു പോയതാ സർ. നാടകത്തിന്റെ കാര്യമാണെങ്കിൽ വിട്ടേക്കൂ. ഇനി അങ്ങനെ ചെയ്യാതിരുന്നാ മതി. അത് വേറെ നിവൃത്തിയില്ലാത്തതുകൊണ്ടാ ഞാൻ ആ നാടകം ചുരണ്ടിക്കൊണ്ട് വന്നത്. ലീവ് ഇറ്റ്, അത് കഴിഞ്ഞല്ലോ. നന്ദേച്ചി ഞങ്ങളുടെ പനക്കൽ വീടിന്റെ ദൈവമാണ്. പക്ഷേ ദൈവങ്ങൾക്ക് ഒരു വീടിന്റെ കാര്യം മാത്രം നോക്കിയാൽ പോരല്ലോ. ഇവിടെ എന്റെ ചേച്ചിക്ക് ഭാരിച്ച ഉത്തരവാദിത്തങ്ങളുണ്ട്, അത് ഞങ്ങൾക്ക് മനസ്സിലാവും. പക്ഷെ തുറന്നു പറയാം, വീട്ടിലെ അവസ്ഥ വളരെ മോശമാ. നാടകം എന്നൊക്കെ പറഞ്ഞ് ചേട്ടന്റെ പ്രീതി പിടിച്ചു പറ്റാൻ ഞാൻ ശ്രമിച്ചതേ ഒരു വഴി തെളിയുമെന്ന് വിചാരിച്ച. എങ്ങനെയെങ്കിലും സഹായിച്ചില്ലെങ്കിൽ കൈവിട്ടു പോകും, സത്യം. അമ്മ അറിയാതെ ഞാൻ വന്നത്. ഞങ്ങളുടെ ദയനീയത ഒന്ന് മനസ്സിലാക്കണം. ഞാൻ പറയുന്നത് വിശ്വാസമില്ലാന്നുണ്ടോ? പെട്ടെന്ന് എനിക്ക് ഉദയേട്ടാ ഫോൺ. ആരാ? ആരാന്ന് പറഞ്ഞില്ല, ലാൻഡ് ലൈനില്ല, ഹോൾഡ് ചെയ്യ. ഒരു മിനിറ്റ്. അതെ, ഫോൺ വന്നെന്ന് ഞാൻ വെറുതെ പറഞ്ഞതാ. ആ മനീഷ് പറയുന്നൊന്നും വിശ്വസിക്കല്ലേ, മുഴുവൻ തട്ടിപ്പാ. ഉദയേട്ടൻ അറിയാഞ്ഞിട്ട കാര്യം സാധിക്കാൻ വേണ്ടി അവൻ എന്ത് കള്ളത്തരവും പറയും. സുമിത്രേച്ചി ഹോസ്പിറ്റലിലാണെന്നോ എന്തിന് മരിച്ചു പോയെന്ന് വരെ പറയാനും മടിക്കില്ല. നോക്കി, അമ്മയാണ് സത്യം ഞാൻ പറയുന്നത്. ഇപ്പൊ കള്ളക്കരച്ചിലും മൂക്കുചീറ്റലും ഒക്കെ നടത്തിയില്ലേ, ഉദയേട്ടൻ കുറച്ച് പൈസ കൊടുത്തു നോക്ക്. അത് വാങ്ങി കൂളായിട്ട് അവ സ്ഥലം വിടും. അവനെ കരഞ്ഞെന്ന് പോലും പറയില്ല. സംശയം ഉണ്ടെങ്കിൽ 1000-2000 കൊടുത്തു നോക്ക്. അന്നേരം കാണാം അവന്റെ തനി നിറം. ആ രൂപ ഉദയേട്ടന്റെ കയ്യിൽ നിന്ന് അവൻ തട്ടിപ്പറിച്ചോണ്ട് പോകും. അതാ മനീഷ്. ഈ കരച്ചിൽ വരെ റിഹേഴ്സൽ എടുത്തിട്ട് വന്നതായിരിക്കും. സോറി,
സംസാരിച്ച് വന്നപ്പോൾ അറിയാതെ അങ്ങ് കരഞ്ഞുപോയി. അത്രയ്ക്ക് വിഷമമുണ്ട്. ഐ എം വെരി സോറി. ഇറ്റ്സ് ഓക്കെ. മനീഷ് പറഞ്ഞത് അത്രയും ഞാൻ കേട്ടു. ഞാൻ ഒന്ന് ആലോചിച്ചിട്ട് വിളിക്കാം. ഓ മതി. ഇതാ ഇത് വെച്ചോളൂ. ഇതെന്താ? ഇരിക്കട്ടെ, ചെലവിനെന്ന് വിചാരിച്ചാൽ മതി. മനുഷ്യത് വാങ്ങണം. 5000 രൂപയുണ്ട്. അയ്യോ വേണ്ട ഉദയൻ ചേട്ടാ. എനിക്ക് വേണ്ടത് ഈ 5000 അല്ല, എൻ്റെ ജീവിതത്തിൻ്റെ ഒരു അടിത്തറയാ. വഴിച്ചെലവിനാണെങ്കിലും ഇത്രയും തരാൻ തോന്നിയത് സന്തോഷമുള്ള കാര്യമാണ്. ഞാൻ ഈ പൈസ വാങ്ങിക്കാത്തത് നിന്ദ കൊണ്ടാണെന്ന് തോന്നല്ലേ? ഇതല്ല എനിക്ക് വേണ്ടത്, അതുകൊണ്ടാ. എന്നാ ആലോചിച്ചിട്ട് അറിയിച്ചാൽ മതി. ഞാൻ വരാം. എന്നാ പോട്ടെ.